ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും കാർത്തികയും കാദംബരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, ഇനി അദ്ദേഹത്തെ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛന് ഒരുപാട് മാറ്റമുണ്ട് മോളെ. അത് വെറും നിൻ്റെ തോന്നലാണ്. നീ നിൻ്റെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹം നിനക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അങ്ങേര് മാറിയെന്നറിഞ്ഞപ്പോൾ നിനക്കതൊക്കെ തോന്നുന്നതാ. നിൻ്റെ ഈ മനസ്സുകൊണ്ട കല്യാണി പലയിടത്തും നിനക്ക് ആപത്തുകൾ വന്നു പെടുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് നമ്മുടെ കാർത്തികയും കാദംബരിയും മാറി മാറി ഉപദേശിക്കുക. പക്ഷെ അപ്പോഴും കല്യാണിയുടെ മനസ്സിനകത്ത് പ്രകാശിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ അച്ഛനൊരു പാവ, എനിക്കറിയാം. എൻ്റെ അച്ഛൻ പറയുന്നതും സംസാരിക്കുന്നതും പിന്നെ ചെയ്യുന്നതും ഒക്കെ ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നാൽ നമുക്ക് തൊഴുതിട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ തൊഴാനായിട്ട് പോവുക. അങ്ങനെ ഭഗവാന് മുൻപിൽ നിന്ന് തൊഴുക. ഭഗവാനെ, എൻ്റെ അച്ഛൻ മാറിയത് ആത്മാർത്ഥമായിട്ടായിരിക്കണേ. ഇനി ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ദുഷ്ടചിന്തകളൊന്നും കടന്നു വരരുതേ. എല്ലാത്തിനും നീ തുണയായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് അവർ ഇങ്ങനെ നോക്കുകയാണ്. എന്നാലും ചേച്ചി, നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി എന്നും രാവിലെ വന്ന് അർച്ചനയൊക്കെ കഴിക്കുന്നതല്ലേ. എൻ്റെ മോളെ, നിനക്ക് മനസ്സിലായില്ലേ? അങ്ങനെ അർച്ചന കഴിക്കുന്ന വിവരം പോറ്റി നമ്മളോട് പറഞ്ഞു. അത് പറയാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അയാൾ മനഃപൂർവ്വം അർച്ചന കഴിപ്പിക്കുന്നത്. അത് കേട്ടതും നമ്മുടെ ഇതിങ്ങനെ ആലോചിക്കുകയാണ് കല്യാണി. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അച്ഛൻ്റെ മാറ്റം ആത്മാർത്ഥമുള്ളത് തന്നെയാണ്. അതിലെനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ അങ്ങനെ മാറുവാണെങ്കിലും അച്ഛനെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഭഗവാനെ, എൻ്റെ അച്ഛനെ എല്ലാവരും വിശ്വസിക്കണേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അവരവിടെ ഒന്നും പോരാനായിട്ട് നിൽക്കുമ്പോൾ പ്രകാശൻ വരിക. 3 പേരും ഒരുമിച്ച് കണ്ടതും പ്രകാശൻ്റെ മനസ്സും കണ്ണും നിറഞ്ഞു. ഭയങ്കര സന്തോഷത്തോടെ ഞൊണ്ടി പ്രകാശൻ അവരുടെ അടുത്തേക്ക് എത്തി. മക്കളെ, ഞാനിപ്പോൾ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്നാലും എത്ര ശക്തിയുള്ള ആളാണ് ഈ ദേവി. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുൻപിൽ നിങ്ങൾ 3 പേരും വന്ന് നിൽക്കുന്നു. നിങ്ങളെ 3 പേരെയും ആദ്യമായിട്ടാണ് ഞാൻ ഒരുമിച്ച് കാണുന്നത്. കല്യാണി മോളുടെ അമ്മയും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവരെ ഞാൻ എപ്പോഴും കാണും. നിങ്ങളെ 2 പേരെയും ഞാൻ അധികം കണ്ടിട്ടില്ല. എന്തിനാ ഞങ്ങളെ കാണുന്നത്? നിങ്ങളുടെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്കൊന്നും ഒരിക്കലും മാറാൻ കഴിയില്ല. പിന്നെ ഒരു നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് നിങ്ങളോടുണ്ട്. എന്തിനാണെന്നറിയാമോ? കിരൺ സാറിൻ്റെ അച്ഛനെ അമ്മയെയും രക്ഷിച്ചതിന്. അതുപോലെ തന്നെ ഞങ്ങൾക്കിടയിൽ കൂടി ഞങ്ങളെ കൊല്ലാമെന്ന് അവന് വാക്കു കൊടുത്തിട്ടുണ്ടോ? ജയിലിൽ കിടക്കുന്നവന്. അയ്യോ, എന്താ മക്കളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ വിഷമം മുഴുവനും ഈ കല്യാണി മോളെക്കുറിച്ച് ഓർത്താ. കാരണം കല്യാണി മോളെ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിനക്കറിയോ മോളെ, നിൻ്റെ അമ്മയുടെ വയറ്റിൽ നീ ആയിരിക്കുമ്പോഴേ ഒരിക്കലും ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല. നിന്നെ കളയണമെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് അവളെ പേടിപ്പിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം അതെല്ലാം അവൾ കേൾക്കാതായപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിലെ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ മരുന്ന് കലക്കി കൊടുത്തു. നീ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ നീ മരിച്ചില്ല, ജനിച്ചു. സംസാരശേഷിയില്ലാത്ത കുഞ്ഞായിട്ട് നീ ജനിച്ചു. നീ കുഞ്ഞായിരിക്കുമ്പോൾ ഒന്ന് നിന്നെ തിരിഞ്ഞു പോലും ഞാൻ നോക്കിയിട്ടില്ല. നിൻ്റെ മുഖം പോലും എനിക്കറിയില്ല. കാണണമെന്ന് ഇപ്പം ആഗ്രഹം തോന്നുക. നിൻ്റെ കുഞ്ഞു മുഖം കണ്ട് സന്തോഷിക്കണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ കാണാനാ? അങ്ങനൊരു ഫോട്ടോ പോലും എടുത്തു വെക്കാനുള്ള മൊബൈൽ എൻ്റെ ദീപയുടെ കയ്യിലുണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കപ്പോഴൊക്കെ മോൻ്റെ ഫോട്ടോ എടുക്കാനായിരുന്നല്ലോ കൊതി. അതുകൊണ്ട് ഒന്നും നടന്നില്ല മോളെ. അത് മാത്രമാണോ? നിന്നെ ഞാൻ സ്കൂളിൽ വിട്ടിട്ടുണ്ടോ? പഠിപ്പിക്കാൻ വിട്ടിട്ട് പോലുമില്ല. നിന്നെ എന്തോരം ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എന്തോരം പേടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മോള് എല്ലാവരും സന്തോഷത്തോടെ വീടിൻ്റെ ഉള്ളിൽ ഫാനിൻ്റെ അടിയിൽ കഴിയുമ്പോൾ തൊഴുത്തിനകത്ത് കൊതുകടിയും കൊണ്ട് കിടന്നുറങ്ങിയിട്ടില്ലേ? എല്ലാം ഈ അച്ഛൻ ചെയ്ത പാപമാണ്. ഈ അച്ഛനാണ് മോളോട് പാപം ചെയ്തത്, മോളോട് തെറ്റ് ചെയ്തത്. ഈ അച്ഛൻ മോളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അച്ഛന് പ്രായശ്ചിത്തം തേടണം. ഭിക്ഷ എടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ അർച്ചന കഴിപ്പിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് മോളെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്ത പാപങ്ങൾ തീരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ മരിക്കുവോളം അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്താലേ എനിക്ക് സമാധാനം ഉണ്ടാവും, എനിക്ക് ആശ്വാസം കിട്ടും മോളെ. അതുകൊണ്ടാണ് മക്കളെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കാർത്തികയെ പിന്നെ ജനിച്ചതോടുകൂടെ ഞങ്ങൾ കണ്ടിട്ടില്ല. ജനിച്ചപ്പോൾ കണ്ടതാ, അതിനുശേഷം കാർത്തികയെ കണ്ടിട്ടില്ലല്ലോ എന്നും പറയണം. അത് കേട്ടതും എന്നെ കാണുന്നത് എങ്ങനെയാ? എന്നെ ഓടയിൽ ഉപേക്ഷിച്ചിട്ടല്ലേ 2 കൂടെ കടന്നു കളഞ്ഞത്.
അത് ശരിയാ മോളെ, നിന്നെ ഓടൽ ഉപേക്ഷിച്ചിട്ട് ഞാനും നിൻ്റെ അമ്മമ്മയും കൂടെ കടന്നു കളഞ്ഞു. പക്ഷേ അപ്പോഴും നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടില്ല, ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു. അതിനുശേഷം നീ നന്നായിട്ട് വളർന്നു. എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിട്ടും ഒരുപാട് വേദനിപ്പിക്കുകയും ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്തത് ഇവളെ മാത്രം, ഈ മോളെ മാത്രം. കാദംബരി അതെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ ഉപകാരം. പക്ഷെ നിങ്ങളെ സ്നേഹിക്കാനോ നിങ്ങളെ കൂടെ നിർത്താനോ ഞങ്ങൾക്ക് പേടിയാ. ജയിലിൽ കിടക്കുന്നവനെ നിങ്ങൾ പോയി കാണാറില്ലേ? അത് കേട്ടതും പോയി മോളെ, ഞാൻ പോയി, അവനെ കാണാൻ ഞാൻ പോയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തിനാ പോയെന്നറിയാമോ? ഒന്നും വേണ്ട, എല്ലാം അവസാനിപ്പിക്കും മക്കളെ, നമുക്കിനി സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയിട്ടാ ഞാൻ പറയാൻ പോയത്. അത് പറയാൻ ചെന്നപ്പോൾ അവനെ കേൾക്കാൻ കഴിയില്ല, അവനത് ചെയ്യുമെന്ന് തന്നെ പറയുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് അവനോടിപ്പോൾ തീരെ സ്നേഹമില്ല മോളെ. ജീവിതകാലം മുഴുവനും ജയിലിൽ കിടന്ന് തീരാനാണ് അവൻ്റെ വിധി. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാലും എനിക്കൊരു സങ്കടവും ഇല്ല. എൻ്റെ മനസ്സിലിപ്പോൾ അവനെക്കുറിച്ചുള്ള ചിന്തകളുമില്ല. എൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്നറിയാമോ? എൻ്റെ കാർത്തിക മോള്, എൻ്റെ കല്യാണി മോള്, എൻ്റെ കാദംബരി മോള്, എൻ്റെ പെൺമക്കളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരാപത്ത് സംഭവിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ച് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിലുണ്ടാവും ഈ അച്ഛൻ. ഈ അച്ഛനെ അത്രയ്ക്കിഷ്ടമാണ് നിങ്ങളെ, അത്രയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് പറയുക. അത് കേട്ടതും കല്യാണിയുടെ കണ്ണ് നിറഞ്ഞു. നിറകണ്ണുകളോടെ കല്യാണി പ്രകാശൻ്റെ മുഖത്തേക്ക് നോക്കി. മോളെ നിന്നോട് അച്ഛൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ, ഇല്ലെങ്കിൽ വേണ്ട, നീ ക്ഷമിക്കില്ല എന്ന് എനിക്കറിയാം. നീ ക്ഷമിച്ചാലും അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തരും. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ചെയ്ത ദ്രോഹം ഒരുപാട് ചെറുതൊന്നുമല്ല, ഒരുപാട് വലുതാ. ആ ദ്രോഹം ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദ്രോഹം, ഒരിക്കലും ഒരാൾ പോലും ക്ഷമിക്കാത്ത ദ്രോഹം. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കേണ്ട മോളെ. പക്ഷേ എൻ്റെ കൂടെ ഒരു നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൂടെ മോളെ? ആ ആഗ്രഹം അച്ഛനുണ്ട്. കുഞ്ഞുനാളിൽ നീ എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അച്ഛനിപ്പം മനസ്സിലാവുന്നുണ്ട്. അതേ ആഗ്രഹം കൊണ്ടാണ് അച്ഛനിപ്പം നടക്കുന്നത്. ചെറുതിലെ ഞാൻ നിന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലോ എന്ന്, ഞാൻ നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലോ എന്ന്, ഒരച്ഛൻ്റെ തണൽ കിട്ടിയാൽ എത്ര സന്തോഷമായിരുന്നു എന്ന് നീ ചിന്തിക്കുന്നത് പോലെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് മോളെ. നിന്നെ ഒരു നോക്ക് കാണാനും നിന്നെ ഒന്ന് ചേർത്ത് നിർത്താനും നിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഈ സമയത്ത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കാനും. പക്ഷേ അതൊക്കെ എൻ്റെ അതിമോഹമാണെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ മോൾക്ക് ഇപ്പോൾ പണമുണ്ട്. അത് ഞാൻ കാരണം കിട്ടിയതല്ല. ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചിട്ട് പോലുമില്ല. കിരൺ മോൻ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം താറുമാറായി പോയാനായിരുന്നു. അതുപോലെ തന്നെ അതിനൊക്കെ കാരണക്കാരൻ ഞാനായി മാറുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ കരയുക. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് അർച്ചന കഴിപ്പിച്ചിട്ട് വരാം. എവിടെയും പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ അർച്ചന കഴിപ്പിച്ചിട്ട് ഓടി വരാം. നിങ്ങളെ മൂന്നുപേരെയും ഒരുമിച്ച് കണ്ടതല്ലേ, പൊയ്ക്കോട്ടെ, ഇവിടെ നിൽക്കുമോ? പോയിട്ട് വാ. അങ്ങനെ പ്രകാശൻ അങ്ങ് പോയി. പ്രകാശൻ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും കാദംബരി ചോദിക്കുക. അച്ഛൻ നിൽക്കാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് നിൽക്കാൻ ചേച്ചി എന്നും നമ്മുടെ കല്യാണി. എന്തൊക്കെയാ കല്യാണി നീ പറയുന്നേ? അയാളെ ക്രൂര ക്രിമിനലാ, അയാളെക്കുറിച്ച് നിനക്കറിയില്ല. നിന്നെ അയാൾ ചേർത്ത് നിർത്തിയിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. എന്നെ അയാൾ സ്നേഹിച്ചിട്ടുണ്ട്, ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അയാളുടെ കൂടെ ഞാൻ ഒരുപാട് കാലം ഉണ്ടായിരുന്നതുമാണ്. എനിക്കറിവ് കല്യാണം കഴിയുന്നത് വരെ, അത് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നതാ. അതുകൊണ്ട് അയാളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അയാളെ എന്തും ചെയ്യും. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ അയാളെ അതും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയെ കാദംബരി ഉപദേശിക്കുക. അപ്പോൾ കാർത്തികയും അത് തന്നെ പറയുക. ഈ സമയം ചേച്ചി അച്ഛൻ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ചേച്ചി. ഇപ്പോൾ അമ്പലത്തിൽ പോയി അർച്ചന കഴിപ്പിച്ചിട്ട് വരട്ടെ. വേണ്ട കല്യാണി, അതൊന്നും ശരിയാവില്ല. അയാളുടെ വാക്കും കേട്ട് നമ്മളിവിടെ നിന്നാൽ നമ്മൾ അയാളെ വിശ്വസിച്ച് തുടങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലാവും. അത് നാളെ വേറെ ആപത്തിൽ വന്നേ അവസാനിക്കൂ. നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ വിളിച്ചുകൊണ്ട് മൂന്ന് പേരും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പിന്നീട് പ്രകാശിനെ കാണിക്കുന്നത്. തിരുമേനി അർച്ചന കഴിപ്പിച്ചോ? തിരുമേനി കഴിപ്പിച്ചു. എന്നാ തിരുമേനി പൈസ? വേണ്ട പ്രകാശ, താനിത് ഭിക്ഷയെടുത്ത് കിട്ടുന്ന കാശല്ലേ, അത് വേണ്ട, താൻ തന്നെ വെച്ചോ. അയ്യോ അങ്ങനെ പറയില്ല തിരുമേനി, എൻ്റെ മക്കൾ വെളിയിൽ നിൽക്കുന്നുണ്ട്. അവരെ മൂന്ന് പേരെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ്. അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അർച്ചന കഴിപ്പിച്ചിട്ട് വരാമെന്ന്. അങ്ങനെയുള്ളപ്പോൾ തിരുമേനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. പൈസ മേടിക്ക് തിരുമേനി പൈസ മേടിച്ചാലേ ഞാൻ അർച്ചന കഴിപ്പിച്ചതിനുള്ള ഫലം ഉണ്ടാവും. ശരി എന്നാൽ തന്നേരെ. എന്നാലേ
ഞാൻ ചെല്ലട്ടെ തിരുമേനി, എൻ്റെ മക്കളവിടെ കാത്തു നിൽക്കുക. അവരധികം നേരം വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. 3 പേരും വലിയ നിലയിലാണ്, അവരൊക്കെ വലിയ ജോലിക്കാരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭഗവാന്റെ മുൻപിൽ തൊഴുതിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുക. ഭയങ്കര സന്തോഷത്തോടെ ചെല്ലുന്നത്. അർച്ചന പ്രസാദം കല്യാണിയുടെയും കാർത്തികയുടെയും കാദംബരിയുടെയും നെറ്റിയിൽ തൊട്ടു കൊടുക്കാൻ അവിടെ പ്രതീക്ഷയോടെ ചെന്ന് നോക്കിയപ്പോൾ പ്രകാശം കണ്ടത് അവിടെ ശൂന്യം. 3 പേരും അവിടെ ഇല്ല. പ്രകാശൻ്റെ മനസ്സലിഞ്ഞു. സങ്കടത്തോടെ പ്രകാശൻ അവിടെയൊക്കെ നോക്കി. 3 പേരെയും കാണാനില്ല. പോയി. സാരമില്ല, പോയിക്കോട്ടെ. അവർക്ക് എന്നോടുള്ള വിശ്വാസം വന്നിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവർ പോയത്. പൊയ്ക്കോട്ടെ, എനിക്കൊരു സങ്കടവും ഇല്ല. നിങ്ങളെന്തെങ്കിലും ഈ അച്ഛനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും മക്കളെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ അവിടെ നിന്നും ഇങ്ങനെ സങ്കടത്തോടെ ദൈവത്തെ തിരിഞ്ഞു നോക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. എവിടെയോ പോയിട്ട്, അല്ല, ആ പെഡ്രൈവും അതിലുള്ള കാര്യങ്ങളും മേടിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരിക. അങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ സരയു നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് ശാരി, ആഹാ, ഇന്ന് നേരത്തെ വന്നല്ലോ മോളെ. എന്താ നേരത്തെ വരാൻ പാടില്ലേ? ഇനി എവിടെ പോയി, എന്തിനു പോയി എന്നൊന്നും എന്നോട് ചോദിക്കണ്ട. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ സമനില തെറ്റി നിൽക്കുക. ആ സമയത്ത് ഓരോരോ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം മാറും. നിങ്ങൾ ആരാ? എൻ്റെ അമ്മയാണോ? അല്ലല്ലോ. അപ്പം പിന്നെ നിങ്ങൾ ഒരു ചോദ്യം എന്നോട് ചോദിക്കണ്ട. മര്യാദയ്ക്ക് പൊയ്ക്കോ, എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ. മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? ദേ, നിങ്ങൾക്ക് വയസ്സാം കാലത്ത് ഒരു തുണയുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഒരു തുണയില്ലല്ലോ. നിങ്ങൾക്കുണ്ടായിരുന്ന തുണ അവിടെ ജയിലിൽ പോയി കിടക്കുമല്ലേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി ജീവിക്കേ. അത് കേട്ടതും ഞാനെന്തിനാ മോളെ അങ്ങോട്ട് പോകുന്നേ? അത് മാത്രമല്ല, അവിടെ ചന്ദ്രസേനനുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഓ, മനുഷ്യൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുക. ഞാനും എൻ്റെ മനുവേട്ടനും കൂടെ അമേരിക്കയ്ക്ക് പോകാനിരിക്കുമ്പോഴാണ് അവരുടെ ഒരു ഉപദേശം. മര്യാദയ്ക്ക് മാറിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശാരിയെ തള്ളി മാറ്റിയിട്ട് സരയും മുകളിലേക്ക് ഓടിപ്പോവുക. എന്നിട്ട് അവിടെ പോയി കട്ടിലിരിക്കുമോ. ദൈവമേ, ഈ കൊച്ചിന് ഇതെന്താ പറ്റിയേ? ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് ശാരിയും അടുക്കളയിലേക്ക് പോവുക. ഇതേ സമയം നമ്മുടെ സരയും ആണെങ്കിൽ അവിടെ കട്ടിലിരുന്നു, ലാപ്ടോപ്പ് എടുത്തു. അതിനുശേഷം എൻ്റെ ഈശ്വര, ഞാൻ ചിന്തിക്കുന്ന പോലെ ഒന്നും നടക്കരുത്. ഞാനിപ്പോൾ എല്ലാം തകർന്നു നിൽക്കുക. ഞാൻ ചെയ്ത പാപത്തിനുള്ള ഫലമായിരിക്കും ഇത്. പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു മിനിറ്റ് മതി എല്ലാം മാറി മറിയാൻ. ഇത് പെൻഡ്രൈവിലുള്ളത് ഞാൻ വിചാരിക്കുന്നത് പോലെ ആകാതിരുന്നാൽ എൻ്റെ കുഞ്ഞിന് അച്ഛനുണ്ടെന്നെങ്കിലും എനിക്ക് ഓർക്കാം. എൻ്റെ ദൈവമേ, എന്നോട് ചതി കാണിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സരയു ആ പെൻഡ്രൈവ് അതിലിട്ടിട്ട് ഓപ്പൺ ചെയ്തതും ആദ്യം തന്നെ സരയു കണ്ട കാഴ്ച ഡോണയുമായിട്ട് മനോഹർ കൊഞ്ചിയും കൊഴഞ്ഞും ടെക്സ്റ്റൈൽസിൽ തുണിയെടുക്കുന്ന രംഗങ്ങളാണ്. അത് കണ്ടതും സരയുവിൻ്റെ ഹൃദയമിടിപ്പ് ഇപ്പോൾ നിന്നു പോകുന്ന അവസ്ഥ. ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്നൊരു മിനിറ്റ് ചിന്തിക്കുന്ന ആ ഒരു നിമിഷം സരയു പൊട്ടിക്കരഞ്ഞു. നോക്കി വീണ്ടും ആവർത്തിച്ച് കരഞ്ഞ് സരയു ഒരു വഴിയായി. അങ്ങനെ സരയു ആ പെൻഡ്രൈവ് ചങ്ക് തകർന്നുകൊണ്ട് ലാപ്ടോപ്പിൽ നിന്ന് ഊരി. അതിനുശേഷം അടുത്ത പെൻഡ്രൈവ് ഇട്ടു. അതെ, അന്ന് കല്യാണ മണ്ഡപത്തിൽ നിഷയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്നറിയാനായിട്ട്. ഈ സമയം അതും കാണാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സരയു ഞെട്ടിപ്പോയി. മുഖം മറിച്ചാണ് പയ്യൻ ഇരുന്നതെങ്കിലും ആ ഇടയിലൂടെ നമ്മുടെ സരയു അത് കണ്ടു. മനോഹർ തന്നെയായിരുന്നു അതും. അത് കണ്ടതും നമ്മുടെ സരയുവിൻ്റെ മനസ്സാകെ എന്താ പറയുക, സമനില തെറ്റിയൊരവസ്ഥ. സരയുവിന് ഇനി പഴയതുപോലെ സ്വന്തം ഇതിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. ലാപ്ടോപ്പ് അവിടെ വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന കുഞ്ഞിനെ എടുത്ത് കുറേ ഉമ്മ കൊടുത്തു, പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം കൊച്ചിനെ താഴെ ഇരുത്തിയിട്ട് സരയു താഴേക്ക് ഇറങ്ങി ഓടിച്ചെന്നു. എന്നിട്ട് അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്തൊരു ഒറ്റ ഏറ്. അതിനുശേഷം മുടിക്ക് രണ്ട് സൈഡും മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് ഒച്ചത്തിലൊരു നിലവിളി. എന്നിട്ട് പൊട്ടി അങ്ങോട്ട് ചിരിച്ചു. അപ്പോഴേക്കും ശാരി, മോളെ നിനക്ക് എന്താ പറ്റിയേ? എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. എനിക്ക് ചിരി വരുവാമ്മേ. ഞാൻ പോവുക, അമേരിക്കയ്ക്ക് പോവുക. അതെ, ഞാൻ അമേരിക്കയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആരുമില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും എന്നെ ചതിച്ചു, എല്ലാവരും ചതിച്ചു എന്നും പറഞ്ഞ് സരയു വീണ്ടും ചിരിക്കുക. സരയുൻ്റെ അട്ടഹസിച്ചുള്ള ചിരി കണ്ട് നമ്മുടെ ശാരി പേടിച്ചു പോയി. നീ എന്തിനാ മോളെ ചിരിക്കുന്നേ? എന്താ പിന്നെ ഞാൻ കരയണോ? നെഞ്ചത്തടിച്ച് കരയണോ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ എന്നെ കണ്ട് വിഷമിക്കരുത്. നിങ്ങൾ എൻ്റെ അമ്മയല്ലല്ലോ. ആണോ? ഞാൻ ആരാ? 10-23 വയസ്സ് വരെ എൻ്റെ അമ്മ നിങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വേറെ ഏതോ ഒരുത്തി. അതിനുശേഷം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അച്ഛൻ ജയിലിൽ. അയാളായിരുന്നു എൻ്റെ എല്ലാം. ഒരു കാലത്ത് ഞാൻ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയൊരു അച്ഛനെ പോലെ മറ്റാർക്കും കിട്ടിയിട്ടില്ലല്ലോ എന്നോർത്ത്.
ആ അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോഴായിരിക്കും ദൈവം എന്നെ ഇത്രയ്ക്ക് ശിക്ഷിച്ചത്. പിന്നീട് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറി 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 എൻ്റെ അച്ഛൻ ജയിലിലായി. ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എല്ലാം കൊണ്ടും സമാധാനം നഷ്ടപ്പെട്ടു. അപ്പുറത്തുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ജീവിച്ചതാ. ഇനിയിപ്പോൾ എൻ്റെ സമാധാനം എല്ലാം മൊത്തത്തിലങ്ങ് പോയില്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്തൊക്കെയായാലും ഞാനൊരു സത്യം പറയാം, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. അതുകൊണ്ട് നിങ്ങൾക്ക് ആകെ ഒരടിയല്ലേ പറ്റുള്ളൂ. വയസ്സാം കാലത്ത് ഒറ്റയ്ക്ക് ജീവിക്കാതെ നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോയി ജീവിക്കാം. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? അവിടെ ഞാനെങ്ങനെ പോവാനാ? അവിടെ ചന്ദ്രസേനനില്ലേ? അത് മാത്രമല്ല, ചന്ദ്രസേനൻ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ പിന്നെ ഒരു കാര്യം ഞാൻ അമേരിക്കയ്ക്ക് പോവും, എന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. എന്തായാലും എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് സരയു ഉമ്മറത്ത് പോയിരുന്ന് നോക്കുക അപ്പുറത്തെ വീട്ടിലേക്ക്. കല്യാണിയുടെ വീട്ടിലേക്ക് നോക്കി സരയു പൊട്ടിക്കരഞ്ഞു. എന്താ മോളെ നീ എന്തിനാ കരയുന്നേ? എല്ലാം പോയി. അപ്പുറത്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പുറത്തുള്ള വീട്ടിൽ എന്ന് സന്തോഷമാണ്, അവിടെയാ സ്വർഗം. എന്നാൽ ഇവിടെയാണ് സ്വർഗമെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ വന്ന് താമസിച്ച നമ്മളാ മണ്ടികൾ. എല്ലാം പോയി. എന്താ മോളെ നിനക്ക് പറ്റിയത്? എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ അമ്മയല്ല. അങ്ങനെയുള്ളപ്പോൾ ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് മനസ്സിലായല്ലോ. മാറി നിൽക്കങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ശാരിയെ തള്ളി മാറ്റി സരയു നേരെ അങ്ങ് പോവുകയാണ്. പോയത് നേരെ ജയിലിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ രാഹുൽ വന്നു. രാഹുലിനെ കണ്ടത് വീണ്ടും സരയു അട്ടഹസിച്ച് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഒരുമാതിരി ഈ കല്യങ്കാട്ട് നീലി ഇതിൽ ചിരിക്കുന്നത് പോലെ. അതാണ് സത്യം പറഞ്ഞ് എനിക്ക് തോന്നിയത്. സരയുവിൻ്റെ ചിരി കണ്ടതും നമ്മുടെ രാഹുൽ, മോള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കണ്ടേ? ഞാനേ പോകുക അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വാഷിങ്ടണിലായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ വേറെ കുറേ സ്ഥലപ്പേരൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ മറ്റിടത്തായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ബിസിനസ് ചെയ്യും. ബിസിനസ്സൊക്കെ ചെയ്തു വന്നിട്ട് ഞങ്ങളവിടെ വലിയ നിലയിലെത്തും. മനുവേട്ടൻ അല്ലെങ്കിൽ തന്നെ വലിയ നിലയിലാണല്ലോ എന്നൊക്കെ പറയുക. അത് കേട്ടതും ദൈവമേ, മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തു പറ്റി മോളെ? അവനെവിടെ മനു? എൻ്റെ മനുവേട്ടനെ അവനിവനെന്നൊന്നും വിളിക്കരുത്. എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും വിശ്വസിക്കാനുള്ളത് എൻ്റെ മനുവേട്ടൻ മാത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുത്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യ, എൻ്റെ മനുഷ്യ, ഇപ്പം നിലവിലുള്ള നിങ്ങളുടെ ഭാര്യ. ആ ഭാര്യയെ വയസ്സാം കാലത്ത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? അവരെ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് സൂക്ഷിക്കുന്ന ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങൾക്ക് ഈ ജയിലിൽ കിടന്ന് അവരുടെ നാശം കാണേണ്ടി വരും. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. അമേരിക്കയ്ക്ക് ഞാനും മനുവേട്ടനും കൂടെ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു റിസോർട്ട് കെട്ടാനായിട്ട് ഞാനും മനുവേട്ടനും തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം അതങ്ങ് നിറവേറ്റാൻ പോവുക. അങ്ങനെ നിറവേറ്റി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനും ഒരു മുറി മാറ്റിയിടാം. വയസ്സാം കാലത്ത് അതിനകത്ത് അങ്ങ് ജീവിച്ചടിച്ച് പൊളിച്ചോന്നേ. ഞങ്ങൾക്ക് അതിലൊരു പരാതിയില്ല. എൻ്റെ മനുവേട്ടനെ കൊണ്ട് ഞാൻ പോവും, അമേരിക്കയ്ക്ക് പോവും, വാഷിങ്ടണിൽ ജീവിക്കും. ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് നല്ലവൻ. എൻ്റെ മനുവേട്ടനെ പെൺകുട്ടികളെയൊക്കെ ഒരുപാട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പെൺകുട്ടികൾക്കൊക്കെ മനുവേട്ടനെ ഒരുപാട് വിശ്വാസമാണ്. എൻ്റെ മനുവേട്ടനെ പോലെ ഒരു പുരുഷൻ ഈ ലോകത്ത് വേറെ ഇല്ലയെന്നാണ് എല്ലാവരും പറയുന്നത്. മോളെ, എന്താ മോളെ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ സന്തോഷത്തിൽ. നോക്കിയേ മോളെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് പറ്റി. ഇങ്ങോട്ട് വരുന്ന സമയത്തെ ഇവിടെ ഒരു ഈച്ച പറ്റി എന്നും സരയുവിൻ്റെ വർത്തമാനവും സമനില തെറ്റിയ പോലുള്ള പെരുമാറ്റവും കൊണ്ട് രാഹുൽ പേടിച്ചു വിറച്ചു. തൻ്റെ മകൾക്ക് സമനില തെറ്റിയോ എന്നുള്ളൊരു ചിന്ത രാഹുലിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും വീണ്ടും സരയുവിൻ്റെ അട്ടഹസിച്ചുള്ള ആ ചിരിയും ആ പെരുമാറ്റവും പ്രവൃത്തിയും കണ്ടതും നമ്മുടെ രാഹുലിനെ മൊത്തത്തിൽ അങ്ങ് കാര്യം പിടികിട്ടി. സമനില തെറ്റി, തൻ്റെ മോളുടെ സമനില തെറ്റിപ്പോയി. ഇനി അവൾക്ക് ഒന്നുമില്ല, ഇനി എന്ത് ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ സരയുവിനെ തന്നെ നോക്കി. എന്താ നോക്കുന്നേ? എന്നെ കണ്ടിട്ടില്ലേ? എന്തെങ്ങനെ നോക്കുന്നേ? വാഷിങ്ടണിലേക്ക് പോകുന്നതിന് മുമ്പ് മോളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നോക്കുവാണോ? എന്നാ നോക്കിക്കോ, ഇതാണ് നിങ്ങളുടെ മോള് എന്നും പറഞ്ഞ് ആ മുഖഭാവവും പെരുമാറ്റവും ഒക്കെ ശരിക്കും ഒരു ഭ്രാന്തിയുടെ കട്ടിലായി. നമ്മുടെ രാഹുലിനെ എല്ലാം മനസ്സിലായ കട്ടിൽ പേടിച്ച് വിറച്ച് രാഹുൽ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, എല്ലാവരെയും ദ്രോഹിച്ചതിനും കല്യാണിയെ കൊല്ലാൻ നോക്കിയതിനും രൂപയുടെ കുടുംബം തകർത്തതിനും ഒക്കെയുള്ള ശിക്ഷ രാഹുലിനും സരയുവിനും കിട്ടിത്തുടങ്ങി. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.